അമ്മയാനയിൽ നിന്ന് കൂട്ടം തെറ്റി അലഞ്ഞ കുട്ടിയാനയെ തമിഴ്നാട് വനം വകുപ്പ് തിരികെ എത്തിച്ചത് കഴിഞ്ഞ ദിവസം തത്സമയം റിപ്പോർട്ടറിൽ കാണിച്ചിരുന്നു. പ്രേക്ഷകർ കണ്ടു കാണും. അതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി. വയനാട്ടിൽ ഒരു കാട്ടാനക്കുട്ടി കൂട്ടം തെറ്റി ജനവാസ മേഖലയിലെത്തി. നാട്ടിലെത്തിയ കുട്ടിയാന അവിടുത്തെ ഓവുചാലിൽ വീണു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിയാനയെ രക്ഷിച്ച് അമ്മയാനയ്ക്കൊപ്പം വിട്ടു. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അങ്ങോട്ടല്ലേ കൊണ്ടുണ്ട് കോരന്റെ കടയിലേക്കാണല്ലോ. ഇണങ്ങി കേട്ടോ സംഭവം. കണ്ണിന് അത്യാവശ്യം മുറിവ് പറ്റി കേട്ടോ. സ്കൂട്ടിക്കിട്ട് ഇടിക്കുവേ, അടിയില്ല മുറിവ്. ആപ്പി കൊണ്ടാൻ പറ്റുമോ? വണ്ടി അപ്പുറത്ത് വണ്ടിയുണ്ട്. ഡോറ് മുന്നോട്ടേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകും. ആ ഫോറസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഇല്ലില്ല, ഇത് റോഡിൽ നമ്മളെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ കാട്ടിലേക്ക് മാറ്റോട്ടോ നല്ലത്. തള്ളെങ്ങാനും പെട്ടെന്ന് വന്നു. കമലുണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയാൻ. കമൽ, ഈ കുട്ടിയാനയ്ക്ക് എന്ത് പ്രായം വരും? ഇതിപ്പോ എന്നാണിത് സംഭവിച്ചത്? ഈ അമ്മയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്? അമ്മയെ കണ്ടെത്തി ആ അമ്മയുടെ അടുത്തേക്കാണോ ആ കുഞ്ഞിനെ അയച്ചത്? അഞ്ജിത, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12:15 ഈ കുറിച്ചിപ്പറ്റയിലെ ഓവുചാലിൽ ഈ ആനക്കുട്ടിയെ കണ്ടെത്തിയത്. ഈ കുറിച്ചിപ്പറ്റ എന്ന് പറയുന്നത് പുൽപ്പള്ളിക്കടുത്ത കുറുവദ്വീപിലേക്കൊക്കെ പോകുന്ന വഴിക്ക് വനത്തോട് ചേർന്നുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ആനക്കുട്ടി ഓടയിൽ വീണ് കിടന്നത്. നാട്ടുകാർ നോക്കുമ്പോൾ ഈ കുട്ടിയാന മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലായിരുന്നു. ഒറ്റയ്ക്ക് കയറാനാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നാട്ടുകാരും അതുപോലെ അപ്പോഴേക്ക് വനപാലകരൊക്കെ സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് ആനക്കുട്ടിയെ മുകളിലേക്ക് കയറ്റി. അതിനിടയിൽ തന്നെ വനപാലകർ ഈ ആനക്കൂട്ടത്തിന് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ കുറിച്ചിപ്പറ്റയിൽ നിന്ന് അധികം അകലെയല്ലാതെ വനത്തിനുള്ളിൽ ഈ അമ്മയാനയും കുട്ടികളും ഉണ്ട്, ആനക്കൂട്ടവും ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിനടുത്തേക്ക് ഈ ആനക്കുട്ടിയെ എത്തിച്ചു. അവിടെ നിന്ന് ഈ അമ്മയോടൊപ്പം ആനക്കുട്ടിയെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആനക്കുട്ടിയെ അമ്മയോടൊപ്പം എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓടയിൽ വീണ ആനക്കുട്ടിക്ക് കാര്യമായ മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചികിത്സ നൽകേണ്ട ആവശ്യമൊന്നും വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ആനക്കൂട്ടത്തിനൊപ്പം ഈ കുട്ടിയാനയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരം. മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ആനക്കൂട്ടത്തിനൊപ്പം കുട്ടിയാന വനത്തിലേക്ക് പോയി. കമല്, ഇതോടൊപ്പം എന്നെ തോന്നിയ ഒരു ആകാംക്ഷ ചോദ്യം ഇതാണ്. അതായത് ഇങ്ങനെ കൂട്ടം തെറ്റി പോയാൽ ഇപ്പം നമ്മൾ സാധാരണ പൂച്ചയൊക്കെ അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു പോയാൽ തെരഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ട്, പട്ടിയൊക്കെ. അപ്പം ആന അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞിനാന കൂട്ടം തെറ്റിപ്പോയ സമയത്ത് ഈ അമ്മയാനയും അതുപോലെ തന്നെ ആന സംഘമൊക്കെ ഈ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായോ? അതുകൊണ്ടാണോ പെട്ടെന്ന് അമ്മയാനയെ കണ്ടുപിടിച്ച് അമ്മയാനയ്ക്കരികിലേക്ക് കുട്ടിയാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്തിക്കാൻ കഴിഞ്ഞത്? അഞ്ജിത, അന്വേഷിച്ച് നടക്കുന്നതായി കണ്ടില്ല. പക്ഷേ ഈ ആനക്കൂട്ടം അധികം ദൂരെയല്ലാതെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ധാരാളം ജനങ്ങളൊക്കെയുള്ള നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആനക്കൂട്ടം ഈ ജംഗ്ഷനിലേക്ക് വരാതിരുന്നത്. പക്ഷേ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വനത്തിനകത്ത് ഈ ആനക്കുട്ടിയെ എന്തായാലും സംഘം പെട്ടെന്ന് തന്നെ ഒപ്പം ചേർക്കുകയും വനത്തിലേക്ക് പോവുകയും ചെയ്തു. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഇത് ഉച്ച സമയമാണ്, ജനങ്ങൾ ധാരാളം ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് ആയിരിക്കണം ഒരുപക്ഷെ ഈ ആനക്കൂട്ടം അന്വേഷിച്ച് ഈ മേഖലയിലേക്ക് എത്താതിരുന്നത്. ഓക്കെ കമൽ, എന്തായാലും ആ കുഞ്ഞിനാനയെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു വാത്സല്യം തോന്നുന്നുണ്ട്. അതിന് മുറിവ് പറ്റി എന്നൊക്കെ പറയുമ്പോൾ സങ്കടവും തോന്നി. പക്ഷേ അത് പ്രശ്നമുള്ളതല്ല. എന്തായാലും ആ കുട്ടിയാനയെ അമ്മയുടെ കരികിലേക്ക് നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചിരിക്കുകയാണ്. സന്തോഷം. അത് നന്നായി ജീവിക്കട്ടെ ആ കാട്ടിൽ. ശരി.